അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ നോക്കൂ, അത്രമേൽ കോൺഫിഡൻസ് ആണ്. ആർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പ്രാമുഖ്യം എന്ന നിലയ്ക്ക് ഘടകകക്ഷികൾ വരെ തീരുമാനമെടുക്കുന്ന ഒരു ക്യാബിനറ്റ് ചർച്ചകൾ വരെ യഥാർത്ഥത്തിൽ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ട് അമ്പരക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ച നടത്താൻ ഒരു മുന്നണി തയ്യാറാകണമെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പറ്റുമോ? അല്ല, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോ ഏപ്രിൽ മാസം 9-ാം തീയതി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ മാസം 10-ാം തീയതി രാവിലെ പറവൂര് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 100-110 വരെ പറഞ്ഞല്ലോ. 5 ജില്ല, കാസർഗോഡ്, അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട അടക്കം പ്രധാനപ്പെട്ട ജില്ലകൾ, എറണാകുളം, പത്തനംതിട്ട, അതുപോലെ മലപ്പുറം അടക്കം 5 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കയറിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള തർക്കവും അതിന്റേതായിട്ടുള്ള അഡ്വർടൈസ്മെന്റും വീഡിയോയും പ്രചരണവും സോഷ്യൽ മീഡിയ പ്രചരണവും പരസ്യമായിട്ടുള്ള വാഗ്വാദങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരിക ചെയ്തത്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം എക്സിറ്റ് പോൾ വന്നപ്പോൾ ആ കോൺഫിഡൻസ് കുറച്ചുകൂടെ അവര് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ മുഖ്യമന്ത്രി, ഒരു മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് എല്ലാ സർവേയിലും ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശതമാനം കിട്ടിയിരിക്കുന്നതും സഖാവ് പിണറായി വിജയന് തന്നെയാണ്. മറ്റൊരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ പ്രതിനിധി പറഞ്ഞത്, അല്ല, ഞങ്ങളുടെ മുഴുവൻ ഡിവൈഡ് ചെയ്തു പോയത് കൊണ്ടല്ലേ എന്നതാണ്. ജനാധിപത്യത്തിൽ ഡിവൈഡ് ചെയ്തു പോയാൽ പോയി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒറ്റക്കക്ഷിയായിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ അത്തരത്തിലൊക്കെ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഈ കോൺഫിഡൻസിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത് ദീപ്തി മേരി വർഗീസും പറയുന്നത് IAS ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നത് കണ്ടില്ലേ, ആശാ വർക്കേഴ്സിന്റെ സമരം കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തത്? ഏതെങ്കിലും തരത്തിലൊരു അഴിമതി ആരോപണം കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടോ? എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അതാണോ? ഇപ്പോ ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് കടമാണ്, കേരളത്തിന് കടമാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ തെലങ്കാന, കർണാടക ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളില്ല. ആ പരസ്യമായിട്ട് വന്ന പൊതുവാർത്തകളെല്ലാം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടു. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടോ? ഏത് മേഖലയിലാണ് ഭരണവിരുദ്ധ വികാരം എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ? വലിയ തരംഗമാണ്, വലിയ വേവാണ് എന്നല്ലേ പറഞ്ഞത്. തരംഗമുണ്ടെങ്കിൽ അത് 90-100 കടന്നു പോകുമല്ലോ. ഇവിടെ നിരീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു 10-20 മണ്ഡലങ്ങൾ വിധി പറയുന്നത് 1000-1500 വോട്ടിനാണ്. അപ്പൊ അത്തരത്തിലൊരു കടുത്ത മത്സരം നടക്കുമ്പോൾ ഒരു പ്രിഡിക്ഷൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മേഖലയിൽ വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായാൽ മറ്റു മേഖലയിൽ നിന്ന് ആ വോട്ട് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളൊന്നും ഞങ്ങളെ തളർത്തുന്നില്ല, തകർക്കുന്നില്ല. ഞങ്ങൾ നന്നായി തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഇവർക്ക് ഇപ്പോ 2 ദിവസം കൂടി മുഖ്യമന്ത്രി ചർച്ച നടത്താം, മന്ത്രിമാരാരൊക്കെ വേണം, അഡ്വക്കേറ്റ് ജനറൽ വരെ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതൊരു നമ്പർ ഗെയിം എന്ന നിലയ്ക്ക് മാത്രം കാണുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എക്സിറ്റ് പോളുകൾ അപ്പാടെ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് LDF-ന്റെ എല്ലാ നേതാക്കളും നിരന്നു നിന്നതിനെ തള്ളി പറയുന്നത് കണ്ടു. പക്ഷെ അതിൽ ഒരു പോസിറ്റീവ് ഘടകം ഉണ്ടായപ്പോൾ അതിനെ എടുത്ത് എല്ലാ ചർച്ചകളിലും പറയുന്നതും കേൾക്കാം. അത് മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോൾ ചെയ്തു എന്ന് പറയുന്നതിനെയാണ്. അതെങ്ങനെയാണ്? നമുക്ക് അനുകൂലമായ ഒരു ഘടകത്തിനെ മാത്രം നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കുകയും നെഗറ്റീവായി വരുന്ന മുഴുവൻ ഘടകങ്ങളെയും തള്ളി പറയും. ഒന്നുകിൽ ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ UDF-ന് അനുകൂലമായി പറയുന്ന വിധിയെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്നതിനെയും തള്ളി പറയണ്ടേ? ഇവിടെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ മുന്നണിയെ അംഗീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി കൊള്ളാം, ക്യാപ്റ്റൻ കൊള്ളാം, നല്ല ഭരണമാണ്, വേറെ ആക്ഷേപമൊന്നുമില്ല, ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷെ മുന്നണി പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിക്കണ്ടേ? ഏതെങ്കിലും സാമൂഹ്യക്ഷേമ മേഖലയിലെ ഇടപെടൽ, പശ്ചാത്തല വികസന രംഗത്തുള്ള കുറവുകൾ, അല്ലെങ്കിൽ പറഞ്ഞ വാക്കു പാലിക്കാതെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തത്, വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെല്ലെപ്പോക്ക്, എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കി. 10 പ്രകടന പത്രിക 2 കൊടുക്കുമ്പോൾ അതിൽ 10 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ഓരോ വികസനത്തിന്റെ തോതും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഏതെങ്കിലും മേഖലയിൽ സംശയം വേണ്ടേ?
അത് നോക്കൂ, 120 രൂപയിൽ നിന്ന് 500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ്. പക്ഷേ അധികാരമാറ്റം ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്ത് എന്നത് പ്രധാനമാണല്ലോ. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടല്ല ജനം വോട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് LDFന്റെ മുഴുവൻ നേതാക്കളും അങ്ങും ഈ ചർച്ചയിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളെ തള്ളി പറയുന്നുണ്ട്, അത് ആശ്രയിച്ചിരിക്കുന്ന സങ്കേതങ്ങളെ തള്ളി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനെ എക്സിറ്റ് പോളുകൾ അനുകൂലിക്കുമ്പോൾ അങ്ങ് അതിനെ വളരെ പോസിറ്റീവായി എടുത്തു പറയുന്നു എന്നത് പ്രധാനമല്ലേ? അപ്പൊ നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ? അല്ല, അങ്ങേക്കറിയോ അവസാനത്തെ 4 എക്സിറ്റ് പോളുകൾ 2006, 2011, 2016, 2021 ഈ 4 എക്സിറ്റ് പോളുകളിലും LDFന് പ്രിഡിക്റ്റ് ചെയ്ത ശരാശരി സീറ്റിനേക്കാൾ 14 സീറ്റുകൾ കൂടുതൽ കിട്ടിയിരുന്നു LDFന്. താങ്കൾ സമയം കിട്ടുമ്പോൾ ആ കണക്കുകളൊന്ന് പരിശോധിക്കുക. എത്രയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്? എല്ലാ ചാനലുകളും പറഞ്ഞതിന്റെ, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതിന്റെ ശരാശരി എടുത്ത് പരിശോധിച്ചാൽ അതിൽ നിന്ന് +14 ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണയും 99 ആരും പറഞ്ഞില്ലല്ലോ, 84, 85 പറഞ്ഞത്. അതിൽ നിന്നും ഞങ്ങൾക്ക് 14 കൂടുതൽ കിട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടിയ ചരിത്രമാണുള്ളത്. പക്ഷെ അങ്ങ് എന്നോട് ഈ ചർച്ച തുടങ്ങിയപ്പോൾ ചോദിച്ചു കൃത്യമായി കണക്ക് എത്ര കിട്ടും, എത്ര സീറ്റ് കിട്ടും. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സീറ്റിന്റെ എണ്ണത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ, കൂടുതൽ കിട്ടുമോ ചോദിച്ചു. ഞാനൊരു എണ്ണം പറഞ്ഞില്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും ഞങ്ങൾ ജനങ്ങൾക്കിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും, ആ വിശ്വാസം കാരിരുമ്പിന്റെ കരുത്തുണ്ട്, നല്ല കരിങ്കൽ ഭിത്തി പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത്തരത്തിൽ ഇവർ ഊട്ടി ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഊഹാപോഹങ്ങൾ, ആ ഊഹാപോഹങ്ങൾക്കൊന്നും ഈ 2 ദിവസം കൂടി നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന് 2 ദിവസം കൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം, മന്ത്രിമാരെ തീരുമാനിക്കാം, മറ്റെല്ലാ ഭരണഘടനാ പൊസിഷനും ഇവർക്ക് പങ്കിട്ടെടുക്കാം. പക്ഷേ 4-ാം തീയതി കൃത്യം ഉച്ചയോടുകൂടി ഈ കേരളത്തിന്റെ ചിത്രം തെളിയും, ഭരണ തുടർച്ച ഉറപ്പുവരുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറും, ഒരു സംശയമില്ല. Debate with Madhu Saji.